നമസ്കാരം. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉള്ളൊരു വീടാണ് ഇന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊരു ആർക്കിടെക്റ്റിൻ്റെ വീടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഐഡിയാസും ഒക്കെ കൂടെ സമന്വയിപ്പിച്ചൊരു കെട്ടിടമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഷോവാള് മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ കാരണം ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരു ഷോവാള്, നല്ലൊരു ലാൻഡ്സ്കേപ്പ്, കുറേയധികം പ്ലാന്റ്സുകൾ, ഇത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാർ പോർച്ച് തൊട്ടടുത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ കാർ പോർച്ച് പുറത്ത് സൗകര്യങ്ങളുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റവും പുറത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഷോവാള് കടന്ന് നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തൊരു ഓപ്പൺ കോർട്ട്യാർഡാണ് നൽകിയിരിക്കുന്നത്. അവിടെയും നല്ല ഭംഗിയിൽ ഒരു ഫാമിലി പ്രൈവസി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വിസിബിലിറ്റി ഇല്ലാതെ നമ്മളെ മക്കൾക്കും ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു മുറ്റം, ഒരു സെക്കൻഡ് പാഷ്യോ സ്പേസ് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറി വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇതേപോലെ ഇരിക്കുന്നൊരു സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുറ്റത്ത് ആരാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ഒരു പാർഷ്യലി വിസിബിലിറ്റി നമുക്ക് കിട്ടും. ഫുള്ളി വിസിബിലിറ്റി ഇല്ല, നേരത്തെ പറഞ്ഞതുപോലെ. മാത്രമല്ല ഈ ഒരു ലോഫ്റ്റ് ഏരിയയിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടും. പുറകോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡൈനിങ് സ്പേസിലേക്കുള്ള വിസിബിലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. സിറ്റ് ഔട്ടിൽ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു കുളം, ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിൽഡ് ഇൻ സൈറ്റ് എന്നുള്ള രീതിയിൽ ഇത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ടൊരു കുളം കൂടെ നിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓവർഫ്ലോ ഇതേപോലെ ഇവിടെ ഒരു സെക്കൻഡ് പോണ്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല രസമുള്ള ഒരു ആംബിയൻസ് സിറ്റ് ഔട്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രി ആയിട്ടുണ്ട്. രാത്രി ഈ വീട് കാണാൻ ഡബിൾ ഭംഗിയാണെന്ന് പറയും. ലൈറ്റിൻ്റെ ഒക്കെ ആ ഒരു വെളിച്ചത്തിൽ കാണുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ്. നേരെ നമ്മൾ ഒരു ഫോയർ സ്പേസിൽ ഒരു വാള് വരുന്നുണ്ട്. വാളിൽ ഹൈലൈറ്റ് ചെയ്ത ടെക്സ്ചർ പെയിൻറ്റിലേക്കാണ് നമ്മൾ ശ്രദ്ധ പോവുക. ഇവിടെ ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ലിവിങ് റൂം, ഡൈനിങ് സ്പേസ്, അങ്ങനെ വളരെ ചെറിയൊരു സ്പേസിലാണ് ചെയ്തിട്ടുള്ളതെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിൽ. 4 ബെഡ്റൂം നമുക്ക് എടുത്ത് പറയേണ്ട ബെഡ്റൂമുകളാണ്. അടിപൊളി ഒരു കിച്ചൺ ഉണ്ട്. ഓരോന്നും സ്കിഡിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് നമുക്കൊന്ന് കാണാം. സാധാരണ നമ്മളൊരു വീട് കാണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആർക്കിടെക്റ്റുകളെ പ്രത്യേകം പറയാറുണ്ട്. ഇൻഫിനിറ്റി ഹോം ഡിസൈനേഴ്സ് ആണ് ഈ ഒരു വീട് പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും എക്സിക്യൂഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. അവരുടെ തന്നെ സ്വന്തം വീടാണെന്നുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. സ്വന്തം വീട്ടിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നന്നായി പഠിച്ച് നമുക്ക് നല്ല വിശ്വസ്തതയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമല്ല ഉപയോഗിക്കുള്ളൂ. അങ്ങനെയുള്ള നല്ല പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് ലിവിങ് സ്പേസ്. വലിയ സ്പേസ് ഒന്നും എടുത്തിട്ടില്ല, വളരെ ചെറിയ സ്പേസ് മാത്രം. 3.6 മീറ്റർ ആണ് നീളം വരുന്നത്. 3 മീറ്റർ മാത്രമാണ് വീതി വരുന്നത്. 2 പേർക്ക് ഇവിടെ ഇരിക്കാം, 3 പേർക്ക് ഈ ഭാഗത്ത് ഇരിക്കാൻ സാധിക്കും. വാളിൽ കൊടുത്തിരിക്കുന്ന സാധനം കോട്ടൺ സ്റ്റീൽ എന്നൊക്കെ പറയുന്ന ഫിനിഷാണ്. പക്ഷേ ആക്ച്വലി ഇത് MDF പെയിൻറ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. കോട്ടൺ സ്റ്റീലിന് പകരം MDF ഇതേപോലെ CNC വർക്ക് ചെയ്തിട്ട് പെയിൻറ് ചെയ്ത് ആ ഫിനിഷിലേക്ക് വരികയാണ്. സീലിംഗിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് ഡിസൈൻ. ഡക്റ്റബിൾ സ്പ്ലിറ്റ് AC എന്ന് പറയുന്ന തരത്തിലുള്ള AC ആട്ടോ ഇവിടെ കൊടുത്തത്. സാധാരണ നമ്മളെ ഭിത്തിയിൽ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നതിന് പകരം ഭിത്തിയൊക്കെ നല്ല ക്ലീനാണ്, നല്ല വൃത്തിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഡക്റ്റുകൾ, AC ഡക്റ്റുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നേരെ നമ്മൾ കടന്നു പോകുന്നത് ഫോയർ സ്പേസിലൂടെ നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഫാമിലി ലിവിങ് സ്പേസിൽ നല്ല ഫേർണിച്ചേഴ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലെതറിലാണ് അത് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലെതർ ഫിനിഷിൽ വരുന്ന ഫാബ്രിക് സെറ്റ് ചെയ്തിരിക്കുന്നു.
ഈ ഒരു വാളാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. TV നോക്ക് ഭയങ്കര സ്ലിം ആയിട്ടുള്ള TV ആണ് നൽകിയിട്ടുള്ളത്. വാളിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു TV സെറ്റ് ചെയ്തിട്ടുള്ളത്. മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൺസെപ്റ്റ് ആണ് ഈ ഒരു വീടിന് എടുത്തിരിക്കുന്നത്. ആ ഒരു TVയുടെ സ്റ്റോറേജ് യൂണിറ്റ് ആണെങ്കിലും വാളാണെങ്കിലും ഒക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നു. സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ സാധാരണ ഡ്രെയിനേജിനൊക്കെ അടിക്കുന്ന കോൺക്രീറ്റ് സ്ലാബില്ലേ, ആ കോൺക്രീറ്റ് സ്ലാബ് ഇവിടെ വെച്ചിരിക്കുകയാണ്. അതിനോട് ചേർന്ന് ഇതേപോലെ ഒരു മെറ്റൽ ഷീറ്റ് ഇവിടെ വെച്ച സമയത്ത് ഒരു കിഡ്ലൻ മിനിമൽ സ്റ്റൈല് സെൻറ്റർ ടേബിൾ ആക്കി മാറ്റാൻ ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. സ്വന്തം വീടാകുന്ന സമയത്ത് ഇങ്ങനെ പല പരീക്ഷണവും നമുക്ക് ചെയ്യാലോ. അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഷെൽഫുകളൊക്കെ PU പെയിൻറ് ചെയ്തു എന്നുള്ളത്. ഈ കാണുന്ന PU പെയിൻ്റ് ആണ്. PU പെയിൻറ്റിൽ ലൈറ്റ് വരുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കും. മാത്രമല്ല ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റുകൾ മാക്സിമം നല്ല വലുപ്പമുള്ള, നല്ല എന്താ പറയുക, ഒരു ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ലൈറ്റുകൾ നൽകി. ലൈറ്റുകൾക്കൊക്കെ ഒരു ന്യൂട്രൽ കളറാണ് നൽകിയിട്ടുള്ളത്. കൂൾ കളറിന് പകരം ന്യൂട്രൽ കളർ കൊടുത്ത സമയത്ത് നല്ല ഭംഗിയുള്ള ലൈറ്റുകളായിട്ട് അത് മാറി. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് കം ഫാമിലി ലിവിങ് ഏരിയ. L ഷേപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സൈസ് വരുന്നുണ്ട്. 5 മീറ്റർ ആണ് ഇവിടെ നീളം വരുന്നത്. ഏതാണ്ട് ഒരു 7 മീറ്റർ ഇവിടെ വീതി വരുന്നുണ്ട്. ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് നൽകിയിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ്. അതായത് 8 ആളുകൾക്ക്, 4 പേർക്ക് ഇവിടെ ഇരിക്കാം, 4 പേർക്ക് ഇവിടെയും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയറും ടേബിളും കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈന് വരച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഫർണിച്ചറും ആർക്കിടെക്റ്റിൻ്റെ ഐഡിയക്ക് വരച്ച് കസ്റ്റമൈസ്ഡ് ആക്കി ഉണ്ടാക്കിയതാണ്. ഓരോ സ്ഥലവും നോക്കി അവിടുത്തെ അളവുകൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഡിലിനൊരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഫോൾഡിങ് ആൻഡ് സ്ലൈഡിങ് മെക്കാനിക്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയും ചെയ്യും, ഇതേപോലെ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫോൾഡിങ് സ്ലൈഡിങ് മെക്കാനിക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോർട്ട്യാർഡ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രാത്രി ഈ ഭാഗത്ത് വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. ഫ്രഷ് എയർ നല്ല രീതിയിൽ നമുക്കിങ്ങനെ സ്കൈയിൽ നിന്ന് കിട്ടും. ഓപ്പൺ സ്കൈ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. മുകളിലൊക്കെ ഫുള്ള് ഗ്രിൽ പാറ്റേൺസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈവസിയുടെ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ഒന്നുമില്ല. നല്ലൊരു ഓപ്പൺ എയറിൽ നമുക്ക് ഫർണിച്ചറൊക്കെ നൽകിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ ടേബിൾ നോക്കൂ. ഇതും കോൺക്രീറ്റിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കൗണ്ടർ ടോപ്പ് ആണെന്ന് പറയാം. സാധാരണ നമ്മളിപ്പോൾ ഒരു വർക്ക് സൈറ്റിലൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള കൗണ്ടർ ടോപ്പ് ഇല്ലേ, പക്ഷെ അത് ഇവിടെ പ്ലേസ് ചെയ്ത സമയത്ത് എന്ത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് നോക്കൂ. ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. അടിയിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ആംബിയൻസ്, ഫുൾ മൂഡ് ഓൺ ആക്കുന്ന പറ്റുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇവിടെ വീട്ടിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പേസിലൊക്കെ നല്ല രീതിയിൽ മഴയുടെ എഫക്റ്റ് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും. ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഔട്ട് സൈഡിൽ മഴ പെയ്യുകയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ ആ ഒരു റെയിൻ എഫക്റ്റ് ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് വീടിനകത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ഏരിയ ആയിട്ടാണ് ആ ഒരു ഭാഗം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതേപോലെ വാളിൽ ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിൻഡോട് ചേർന്ന് തന്നെ ഇതേപോലെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. മാക്സിമം യൂട്ടിലിറ്റി. നമ്മുടെ വീട്ടിലേക്ക് ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ആളുകൾക്ക് ഇരിക്കാനും പരസ്പരം സംസാരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മൾട്ടി പർപ്പസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഷൂറാക്ക് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെ ഡോറുകൾ നൽകിയിട്ട് നല്ല ഷൂറാക്ക് ഏരിയാസ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കിട്ടും, ഇരിക്കാനുള്ളൊരു സ്പേസ് ആയിട്ടും കിട്ടും. ആളുകൾക്ക് പരമാവധി ആളുകളെ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്കൊക്കെ വരികയാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ലീനിയർ ലൈറ്റുകൾ എന്നാണ് ഇത്തരത്തിലുള്ള ലൈറ്റുകളെ വിളിക്കുക. ലീനിയർ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൻ്റെ നേരെ മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാഷ് ബേസിൻ ഏരിയ ആണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്താണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ അടുത്താണെങ്കിലും കുറച്ചിങ്ങനെ മാറിയിട്ട് ഒരു പ്രൈവസി ഒക്കെ കിട്ടുന്ന രീതിയിൽ ഒരു വാളിൻ്റെ പുറകിലായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടാപ്പ് കണ്ടോ, റൂഫിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു ടാപ്പാണ്. അപ്പം നമുക്ക് കൈ കഴുകണമെങ്കിലൊക്കെ എവിടെയാണ് വെള്ളം വരിക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഡൗട്ട് അടിക്കും. ഇവിടെയാണ് അതിൻ്റെ ലിവർ വരുന്നത്. ഈ ഒരു ലിവർ നമ്മൾ ഇതേപോലെ എനേബിൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നത്. ബേസിനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കൺസെപ്റ്റ് അല്ലേ. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ടാപ്പൊന്നും കാണാറില്ല. ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മിനിമലാണ്, നല്ല രസമുണ്ട്.
അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. അടിപൊളി കിച്ചണാട്ടോ. വർക്ക് ഏരിയ, ഫോർമൽ കിച്ചൺ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. രണ്ടും കൂടെ ചേരുന്ന ഒരു എൽ ഷേപ്പ് കിച്ചൺ എന്ന് പറയും. ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ പോകുന്ന രീതിയിൽ നല്ല സ്പേസ് ഉള്ള കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ മൈ ബെറ്റർ ഹോം ചാനലിൽ തന്നെ കിച്ചൺ ടൂറായിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വലിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ ആയിട്ടുള്ള കിഡിലൻ കിച്ചണാണ് വരാൻ പോകുന്നത്. സോ മസ്റ്റായിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. വീട്ടിലെ കോമൺ ഏരിയാസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി ഏറ്റവും പ്രൈവസി ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ബെഡ്റൂമുകൾ. ഈ വീട്ടിലെ ബെഡ്റൂമുകളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ബെഡ്റൂമുകളാണ്. ഒറ്റ ബെഡ്റൂമിനും വിൻഡോസ് ഇല്ല. വിൻഡോസ് ഇല്ലാത്ത ബെഡ്റൂം കണ്ടിട്ടുണ്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാനുണ്ട്. ഇവിടെ ഒരു നിസ്കാരമുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പേസിലാണ് നിസ്കാരമുറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വീടിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നത് ഓവർ വലുപ്പമില്ല, വളരെ ചെറുതുമല്ല. ആവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ ഓരോ ഭാഗത്തും നൽകിയിട്ടുള്ളൂ. നിസ്കാരമുറിക്ക് ഇതേപോലെ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഗ്ലാസ് നൽകിയിരിക്കുന്നു. സ്ലൈഡിംഗ് ഡോർ നമുക്ക് തുറന്നിട്ട് നിസ്കാരമുറിയിലേക്ക് കയറാൻ സാധിക്കും. ഒരു മിനിമം സ്പേസേ നൽകിയിട്ടുള്ളൂ. ഒരു 5 അടി നീളവും 5 അടി വീതിയും നൽകിയിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വുളു എടുക്കാനുള്ള സൗകര്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഇതാണ് വുളു എടുക്കാനുള്ള ഒരു സൗകര്യം. ഇവിടെ ടാപ്പ് നൽകിയിട്ടുണ്ട്. ജാഗോറിന്റെ ടാപ്പാണിത്. ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്. ഇതേപോലെ ഇവിടെയാണ് അതിന്റെ നോബ് വരുന്നത്. ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ടാപ്പ് തുറക്കാൻ സാധിക്കും. ബെഡ്റൂമിന്റെ ഡിസൈനിലേക്ക് നമുക്ക് പോവാം. വിൻഡോസ് ഇല്ലാത്ത ബെഡ്റൂമുകൾ കാണിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിൻഡോസ് ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ബെഡ്റൂമിന്റെ ഡിസൈന്. ഒരു ലക്ഷറി തീമിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ ഓരോ ബെഡ്റൂമും ഓരോ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സ്റ്റൈലിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലെതറിലാണ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വലിയൊരു സ്ലൈഡിങ് നൽകിയിരിക്കുകയാണ്. സ്ലൈഡിംഗ് ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ വലിയ വാളാണ്. ഒരു വിൻഡോസും നൽകിയിട്ടില്ല. പിന്നെ ഈ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓടുന്നുണ്ടാവും. വെന്റിലേഷൻസ് ഒക്കെ ഓപ്പൺ വെന്റിലേഷനായിട്ട് റൂഫിൽ കൊടുത്തിരിക്കുകയാണ്. റൂഫ് നോക്കിയ ഗ്രിൽ പാറ്റേൺസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അവിടുന്ന് ഒരു ഓപ്പൺ എയറിൽ നമുക്ക് ഇതേപോലെ വെന്റിലേഷൻസ് റൂമിലേക്ക് നൽകാൻ സാധിക്കും. അതൊരു കിടിലൻ കൺസെപ്റ്റ് അല്ലേ? സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തു നോക്ക്. നല്ല ഭംഗിയിൽ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നൽകിയിരിക്കുന്നു. വുഡൻ ടൈലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓരോ ഭാഗത്തും ഓരോ സ്റ്റൈല്, ഓരോ തരത്തിലുള്ള കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ കൺസെപ്റ്റ് നോക്ക് നിങ്ങൾ. ഫ്രോസ്റ്റഡ് ഗ്ലാസ്സിൽ സ്ലൈഡിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബാണ്. അപ്പം നമുക്കിപ്പം ചൈനയിലൊക്കെ നമ്മളൊരു ടെക്നോളജി കണ്ടിട്ടുണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്രോസ്റ്റഡ് മാറിയിട്ടൊരു ക്ലിയർ ഗ്ലാസ് ആയിട്ട് മാറുന്നത്. ഏതാണ്ട് ആ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് ആ ഒരു റിസംബ്ലൻസ് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റ് ഉള്ള വാർഡ്രോബാണ്. സീലിംഗ് ഒക്കെ മിനിമൽ ആയിട്ടാണോ ചെയ്തിരിക്കുന്നത്. ലീനിയർ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ആണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റും വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മൾ കയറി വരികയാണെങ്കിൽ ഇവിടെ ഒരു മിറർ ഏരിയ, ചെറിയൊരു വാർഡ്രോബ് സ്പേസ്, അത്യാവശ്യം ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു ബാത്റൂം ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഗ്ലാസ് ഡോർ ആണ് ബാത്റൂമിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരെ സെന്ററിലേക്കാണ് ഡോറ് നൽകിയിട്ടുള്ളത്. സാധാരണ നമ്മളൊരു സൈഡിലേക്കല്ലേ ഡോറ് നൽകുക. ഇവിടെ ബാത്റൂമിന്റെ സെന്ററിലേക്കാണ് ഡോറ് നൽകിയിട്ടുള്ളത്. ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കുളിക്കുന്ന ഏരിയ, വെറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ടൈലൊക്കെ കുറച്ച് താഴ്ത്തി വെള്ളം അങ്ങോട്ട് തെറിക്കാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് നമ്മുടെ ഡ്രൈ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയയുടെ ഭാഗത്ത് ഒരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അതിനു മുമ്പ് വിട്ടുപോയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണെന്നുള്ളത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. ഫ്ലോറിംഗിലേക്ക് വരുന്ന സമയത്ത് മാർബിൾ ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിയറ്റ്നാം വൈറ്റ് എന്ന് പറയുന്ന ഒരു മാർബിൾ ഫ്ലോറിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട്. രാത്രി ലൈറ്റ് ഇതിൻ്റെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല തിളക്കമുള്ള ഒരു ഫ്ലോറിംഗ് ആണ് വിയറ്റ്നാം വൈറ്റ് എന്ന് പറയുന്നത്. കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടെയാണ്. വാൾ പെയിന്റിംഗ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സ് ആണ്. കിച്ചണിൽ വരുന്ന ആക്സസറീസ് എല്ലാം ഹാഫ് ലേഡ് ആക്സസറീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മുടെ യൂസേജിലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു ഭാഗം 2 സ്റ്റെപ്പ് ഡൗണിലാണ് നിൽക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഒരു ഗ്ലാസ് വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇവിടുന്ന് വിസിബിലിറ്റി ഉണ്ട് കേട്ടോ.
നേരെ കാണുന്നത് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങുന്ന കോർട്ട്യാർഡ് സ്പേസ് ആണ്. ആ ഒരു ഭാഗത്തേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്നിട്ടാണ് 2 ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത്. ഓരോ ബെഡ്റൂമുകൾ നമുക്കൊന്ന് കാണാം. ആദ്യത്തെ ബെഡ്റൂം ഒരു വെറൈറ്റി കൺസെപ്റ്റിൽ ഓരോ ബെഡ്റൂമുകളും ഓരോ ടൈപ്പ് വെറൈറ്റികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വെറൈറ്റി കെയിൻ ഫിനിഷ് ആണ്. ഈ ഒരു ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കെയിൻ ഫിനിഷ് കാണാം. ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കെയിൻ ഫിനിഷ് കാണാം. വാർഡ്രോബ് ഫുള്ളായിട്ട് കെയിൻ ഫിനിഷിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോഫ ഫർണിച്ചറിലേക്ക് വരികയാണെങ്കിൽ അതും കെയിൻ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കട്ടിലുകളൊക്കെ ചെയ്യുന്ന മരത്തിലാണ്, സോളിഡ് വുഡിൽ ചെയ്തിരിക്കുന്ന കട്ടിലുകളാണ്. ഇവിടെ ഇതേപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിൻഡോ ഈ റൂമിനും കൊടുത്തിട്ടില്ല. ഒറ്റ റൂമിനും വിൻഡോ കൊടുത്തിട്ടില്ല. പകരം ഇതേപോലെ റൂഫിൽ നിന്ന് വെന്റിലേഷൻ നൽകിയിരിക്കുകയാണ്. ഇവിടുത്തെ ബാത്റൂം ഞാനൊന്ന് കാണിച്ചു തരാം. ചെറിയ സൈസിൽ സ്പേസ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സ്പേസിൽ ഇവിടെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 അടി മാത്രം വീതിയുള്ളൊരു ബാത്റൂമാണിത്. 4 അടി വീതിയും ഒരു 5 അടി 6 അടി നീളമാണ് വരുന്നത്. അതിൽ ആദ്യം നമ്മൾ വാഷ് ബേസിനും ക്ലോസറ്റും നൽകിയിരിക്കുന്നു. പിന്നെ ഒരു ചുമര നൽകിയിരിക്കുന്നത്, ഒരു ചെറിയ ചുമര് പാർട്ടീഷനായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലാണ് കുളിമുറി വെറ്റ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ OCD ഒക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബാത്റൂം കാണാതെ ക്ലോസറ്റ് കാണാതെ കുളിക്കണം എന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ വാളിൻ്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ 2 പർപ്പസ് നടക്കും. അടുത്ത ബെഡ്റൂം, 3ാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വേറൊരു സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമിൽ ചെയ്ത ബെഡ്റൂമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നൽകിയിട്ടുണ്ട്. ഹെഡ് ബോർഡിൻ്റെ ഭാഗത്ത് ഒരു പ്ലാന്റർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് അതിൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളാണ്. നമുക്ക് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നാച്ചുറൽ പ്ലാന്റ് തന്നെ അതിൽ നടാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതാട്ടോ. ഒരു പ്ലാറ്റ്ഫോം നൽകിയിട്ട് അതിൽ ഇതേപോലെ ഫാബ്രിക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം കുട്ടികൾക്കൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ് കിടന്ന് പഠിക്കണം എന്ന് തോന്നിയാൽ കിടക്കാം. കുറച്ച് കൂടുതൽ ഫാമിലി മെമ്പേഴ്സൊക്കെ വീട്ടിൽ താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. നല്ലൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് ലോ ഹൈറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾ മറിഞ്ഞ് വീഴുമെന്നോ അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് കിടത്താൻ സാധിക്കും. ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. ഹെഡ് ബോർഡ് ഇതേപോലെ ഒരു ബോക്സ് ടൈപ്പിൽ ഹെഡ് ബോർഡ് നൽകിയിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് കോർട്ട്യാർഡ് സ്പേസ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ ഭാഗത്തുള്ളൊരു വാർഡ്രോബ് യൂണിറ്റ് ആണ്. നിങ്ങൾ ഹാങ്ങിങ് വാർഡ്രോബ് കണ്ടിട്ടുണ്ടോ? വാളിൽ മാത്രം ഫിക്സ് ചെയ്ത് നിൽക്കുന്ന വാർഡ്രോബ്. ഈ ഒരു വാർഡ്രോബ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം മുഴുവനായിട്ടൊരു ലോഫ്റ്റ് പോലെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിൽ ഒരു മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. ഈ വീട്ടിലെ എല്ലാ ടോയ്ലറ്റുകളും എടുത്ത് പറയേണ്ടതായതുകൊണ്ട് ഈ ഒരു ടോയ്ലറ്റ് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഈ ടോയ്ലറ്റ് വേറൊരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ ഏരിയ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. വെറ്റ് ഏരിയ ആ ഒരു ഗ്ലാസ് പാർട്ടീഷനുള്ള ഭാഗത്ത് സെപ്പറേറ്റ് നൽകിയിരിക്കുന്നു. ഡ്രൈ ഏരിയ ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. വളരെ ചെറിയൊരു സ്പേസ് ആണ്. ഒരു 5x5 5 അടി നീളവും 5 അടി വീതി ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നീറ്റായിട്ട് നമുക്ക് ബാത്റൂം ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് ഇൻഫിനിറ്റി ഹോം ഡിസൈനേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ തന്നെ CEO ഇർഷാദ് കെയുടെ വീട് തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ അവസരം തന്നവർക്ക് എല്ലാവർക്കും നമ്മളുടെ ചാനലിൻ്റെ നന്ദി നമ്മൾ പറയുകയാണ്. അവരുടെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തളിപ്പറമ്പാണ് കമ്പനിയുടെ ഓഫീസ് വരുന്നത്. ഒരു പ്രൊജക്റ്റിൻ്റെ റെസിഡൻഷ്യൽ ആണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ് മുതൽ കൺസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ടേൺ കീ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു വരുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇൻഫിനിറ്റി ഹോം ഡിസൈൻസ്. തീർച്ചയായിട്ടും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ നൽകുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നല്ല ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിശ്വസിച്ച് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ വർക്ക് അവരെ ഏൽപ്പിക്കാവുന്നതാണ്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇത്തരത്തിലുള്ള ഹോം ടൂർ വീഡിയോസ് ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ